ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇതിനടുത്ത് നട്ട പിന്നെ ബീൻസ് ഇല്ലേ, ബീൻസിന് ഒന്ന് കൈവളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. മണ്ണിൽ നട്ട ബീൻസിനാണേ. കൈവളം കൊടുത്ത് ഈ വളവും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു കൊള്ളി എടുക്കുക. മാന്തി ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മാന്തി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തീരുവാനും. ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചിള്ളി കളച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇതേപോലെ മാന്തി ഇളക്കണം. മാന്തി ഇളക്കിയിട്ട് അതിൽ നമ്മൾ വളമിടണം. ഇതേപോലെ കണ്ടാ, ഇതേപോലെ വളമിടണം. ഇടില്ലേ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ആ പൊടി പിന്നെ ആട്ടിൻ്റെ വളമാണ് ഇടുന്നത്. ആട്ടിൻ്റെ വളമാണ് ഇപ്പം കൊടുക്കുന്നത്. ഉണ്ടല്ലേ? ഇതേപോലെ കുറച്ച് വളമിട്ട് കൊടുക്കുക. ഉണ്ടല്ലേ? ഇതേപോലെ കുറച്ച് ആട്ടും വെള്ളം ഇട്ട് കൊടുക്കുക. ഇതേപോലെ ആട്ടിൻ വെള്ളം ഇട്ടിട്ട് ഇടിങ്ങനെ മൂടി കൊടുക്കുക. ഇത് ഇനി വേഗം ഇത് നല്ലോണം ഉഷാറായിട്ട് ഇനി ഓടും. ഇതങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വേരിന് തട്ടാണ്ട് ചുറ്റും ഇങ്ങനെ എടുക്കണം. ഇതേപോലെ എന്നിട്ട് വട്ടത്തിൽ വരഞ്ഞിട്ട് എടുക്കണം. ഉണ്ടല്ലേ? ഇതേപോലെ വരഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം. അതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ വളം ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ മൂടുക. ഉണ്ടല്ലേ? ഇതേപോലെ മൂടി കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഇതേപോലെ മൂടി കൊടുക്കുക. ഇപ്പം ഇതും കൂടി ആടിയുണ്ട്, രണ്ടെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നോക്കട്ടെ. ഇതും ഇതേപോലെ തന്നെ മാന്തി ഇട്ട് ഇതേപോലെ ചുറ്റും നമ്മൾ വരഞ്ഞിട്ട് ഇങ്ങനെ ഇതേപോലെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മണ്ണിലുള്ളതിനാണ് ഇങ്ങനെ പണിയെടുക്കേണ്ടതേ. മറ്റേതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ആക്കാൻ കഴിയും. ഉണ്ടല്ലേ? ഇതേപോലെ ഇതുപോലെ വരഞ്ഞിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഓരോരോ പണി എടുക്കുന്നതും നമ്മൾക്കിപ്പോൾ ഒരാൾ ചെയ്യുന്നതും നമ്മളിത് ചെയ്യുന്നത് കണ്ട് ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് പണിയെടുക്കാൻ വേണ്ടി തുടർന്ന് എടുക്കേണ്ടതാണ്. ഇട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ, അതിന് ബാക്കിയുള്ള പണിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇതിപ്പോൾ അഞ്ചില വന്നു. 1 2 3 4 4 വന്നിട്ടു. 4 വന്നു. അപ്പോൾ തന്നെ ഞാനിത് കൈവളം കൊടുക്കാൻ വേണ്ടി നോക്കല. 4 പ്രായമായി ഇത്. ഇനി നമുക്ക് കൈവളം കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇതേപോലെ വളം കൊടുത്ത് നമ്മൾ ഇതിൻ്റെ മെരട് ഇങ്ങനെ ആക്കി വെക്കുക. ഇനിയിപ്പം അപ്പുറത്തേനെല്ലാം കൊടുക്കുക. ഇവിടെയുണ്ട്, ഇതും കൊടുക്കട്ടെ. ഇതും കൂടി ഒരു വരയിട്ട് ഇതേപോലെ വരിക. ഇത് മെരട് ഇളക്കുന്നത് എന്തിനാ വെച്ചാലേ വേര് വേഗം പാഞ്ഞിട്ട് വേഗം ഓടാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ മെരട് ഇളക്കി കൊടുക്കുന്നത്. മെരട് ഇളക്കുമ്പം ഇതിൻ്റെ ചോടിന് മുട്ടിപ്പോറ്, വേരിന് മുട്ടിപ്പോറ്. വേര് മുട്ടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം ഒരുപോലെ ആക്കി ഉണ്ടല്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആക്കിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ആടിയും കൂടിയുണ്ട്, അതും കൂടി കൊടുക്കട്ടെ. ആടിയുണ്ട്, 2 കൂടിയുണ്ട്, അതും കൂടി കൊടുക്കട്ടെ. അതാ അതും കൂടി ഉണ്ട്, അതിനും കൂടി കൊടുക്കട്ടെ. നമ്മൾ വേഗലേന അങ്ങനെയല്ല, വേഗലേനല്ല ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം. മെരട് ഇളക്കിയിട്ട് തന്നെ കൊടുക്കണം. വേഗിൽ പിന്നെ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇളകിയിട്ടല്ലേ ഉള്ളത്. കണ്ടാ? ഇതേപോലെ വരഞ്ഞിട്ട് കുത്തി ഇളക്കിയിട്ട് ഇതാക്കണം. എന്നാൽ മാത്രമേ വേരോട്ടം ഉണ്ടാവുള്ളൂ. നല്ല വേരോട്ടം ഉണ്ടെങ്കിലേ ഇത് നന്നായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്. ഇപ്പം പെട്ടെന്ന് നമുക്ക് ഇനിയിപ്പം എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നല്ല ഉഷാറായി വല്ലൽ കുത്തി കൊടുക്കാനാവും. ഇനി പിന്നെ വയ്ക്കുമ്പോഴേ പണിയെടുക്കാനാവും. ഇതല്ലേ? ഇതേപോലെ നമ്മളിങ്ങനെ ആക്കി വെച്ചു. ഇനിയിപ്പം എന്താ വെച്ചാൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ വളം. ഇവിടെ ഇപ്പം സ്ലറി, നല്ലൊരു അടിപൊളി സ്ലറിയാണ്.
ഇത് ഞാനിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി. ഞാൻ വെള്ളം എടുത്ത് വയ്ക്കട്ടെ. വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ട. ഇതിപ്പോൾ ഞാനിനിയിപ്പോൾ അതിന് ചാണകം കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഈ സ്ലറി ഒഴിച്ച് കൊടുക്കട്ടെ. സ്ലറിയും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. എന്നാൽ അത് പെട്ടെന്ന് വണ്ണം വെക്കും, നല്ല ഉഷാറായിട്ട് വരും. അത് നിങ്ങൾക്ക് കാണാം. അതിനാണ് ഇത് കണ്ട. സ്ലറിയിൽ കുറച്ച് എടുത്തിട്ട് കട്ടിയിലാക്കിയതായിരുന്നു, നേർപ്പിച്ച് ഉണ്ടാ, നേർപ്പിച്ചിട്ട് ഉണ്ടല്ലേ. ഇതിപ്പോൾ എന്തെല്ലാം വെച്ചാൽ കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, പിന്നെ പച്ച ചാണകം, ചീമക്കൊന്നേൻ്റെ ചപ്പ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അടുക്കള വേസ്റ്റ് എല്ലാ കാര്യവും കൂടി ഉണ്ട്. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ലൊരു വളമാണ്. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പറക്കും. ഒറ്റ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കാണിച്ചു തരാം. നല്ല ഉഷാറാവും. അതുകൊണ്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് അതാണ്. ഉണ്ടല്ലേ, ഇതേപോലെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ബീംസ് നമുക്ക് അടിപൊളിയായിട്ട് വരാൻ പറ്റും. ഉണ്ടല്ലേ, ഇത് നമ്മൾ കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുക. ഈ ബീംസ് ചെടികളെല്ലാം ഉണ്ടല്ലോ, നല്ല നമ്മളെ എന്നാ തരുന്നുണ്ടോ നോക്കാൻ വേണ്ടി നോക്കി നിൽക്കല. നമുക്ക് എന്താ തരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണില്ലേ. ഇതും കൂടി ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ. ഉണ്ടല്ലേ, ആട്ടുംവളവും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി വളമായി. ഇനിയിപ്പോൾ ഇതിനെന്താ വേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ലേശം പച്ചവെള്ളം നനച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ചാണകത്തിൻ്റെ പറ്റുണ്ടെങ്കിൽ ഉണങ്ങിപ്പോണ്ട, കുറച്ച് പച്ച നനച്ച് കൊടുക്കണം. ഇതിന് നമ്മൾ ഈ നട്ടത് കൂടാണ്ട് കുറച്ച് ഇതിന് പച്ചയും കൂടി നനച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല അടിപൊളിയാവൂ. അല്ലെങ്കിൽ ഉണ്ടല്ല, ഇത് ചിലപ്പോൾ നാളേക്ക് ഉണങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യണം. ഇപ്പം കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരിക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് അടിക്കുക. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും, ഹൈപ്പ് അടിക്കുക, അതിൻ്റെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങനെ പുതിയ ആൾക്കാർ കാണുന്നത് സബ് ചെയ്യുക. എല്ലാം നിങ്ങളെ ഒറ്റ ഇതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഓരോരോ പണിയെടുക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.